ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ബലിപെരുന്നാളിന്റെ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഏവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ പള്ളി പോയി വന്നിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. ഇനി നമ്മൾ നേരെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പായസം കുടിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്റെ പെരുന്നാളിന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോ ഈ ഒരു കളർ ഷർട്ടും അതുപോലെ ഒരു ബ്ലാക്ക് പാന്റും ആണ് കേട്ടോ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സായി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഇനി പായസം കുടിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഞാനിവിടെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ കുക്കറിന്റെ വിസലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതാക്കണ നമ്മൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പായസം നേരെ ഗ്യാസ് അടുപ്പിന്റെ മേളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ സൈഡിലേക്ക്. അങ്ങനെ ഞാൻ ഇതാക്കണ ഓരോ കയ്യിൽ ഇതാ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പായസം കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പായസമൊക്കെ ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതാക്കണ ഇപ്പോൾ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. പായസം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ടാണ്ട് ഞാനിപ്പോ ഇതാക്കണ നേരെ ഹാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫാനിന്റെ ചോട്ടിലാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതാക്കണ ഇപ്പോ പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പായസം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതാക്കണ ഞാനിങ്ങനെ ഓരോ സിപ്പ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരൊക്കെ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിപ്പോ ഇതാക്കണ പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ കഴിക്കണേ? ഗായ്സ്, അങ്ങനെ ഞാന് പായസമൊക്കെ കുടിച്ചുകാണ്ട് വീട്ടിൽ നിന്ന് നേരെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടെയൊക്കെ എല്ലായിടത്തും ഒന്ന് ഇറങ്ങിയാണ്ട് കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി ഇപ്പൊ ഇതാക്കണേ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കേണ്ട സമയമാണ്. ഫുഡ് കഴിക്കാൻ സമയത്താണ് കേട്ടോ ഞാൻ വീട്ടിലെത്തിയത്. ഞാൻ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ ഫുഡ് വെച്ചതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ ഉമ്മ ഇതാക്കണ ഫുഡ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണം കേട്ടോ ഓരോരുത്തർക്ക്. പുറത്തുനിന്ന് കഴിക്കാത്ത എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഉമ്മ ചീത്ത പറയും. അങ്ങനെ ഇതാക്കണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇതാക്കണ് ഞാൻ പ്ലേറ്റിലേക്ക് ഇതാക്കണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തൊട്ടപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. വീട്ടുകാര് എന്റെ അടുത്തായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്ന് പെങ്ങളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അവൾ ഇന്ന് പെരുന്നാൾക്ക് നേരത്തെ വന്നതാണ്. അങ്ങനെ ഇതാക്കണ് ഇത് ബീഫാണ്. അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് ഇതാക്കണ് ചിക്കൻ പൊരിച്ചതുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇതാക്കണ് ഫുഡ് ഇങ്ങനെ നമ്മളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഉമ്മ എവിടുന്നെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കൽ പോയിച്ചാലും ഉമ്മാന്റെ രീതിക്ക് വെക്കും കേട്ടോ. ഉമ്മാന്റെ പൊടിക്കൈകളൊക്കെ ചേർത്തുകൊണ്ട് ഉമ്മ സ്പെഷ്യലായി ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റും അതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആക്കാരല്ലോ. പ്രത്യേകിച്ച് നമ്മളെ ഉമ്മമാരെ കൈകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ പറഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആക്കാരല്ലോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം റൂമിലൊക്കെ പോയി കിടന്നുറങ്ങി. ഇപ്പൊ ഇതാക്കുന്ന സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഇപ്പൊ ഇതാക്കണ ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പൊ ഒന്ന് പുറത്തേക്ക് പോകാനുള്ള പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. നല്ല മഴ ഉണ്ട് കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പൊ പിന്നെ മഴ പെയ്യല് തുടങ്ങിയാൽ എല്ലാവർക്കും പൊതുവെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു മടിയേക്കാരല്ലോ. കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവർക്കും ഒരു തണുത്തൊരു പ്രകൃതിയേക്കാരല്ലോ. അങ്ങനെ ഞാൻ നേരെ പിന്നെ റൂമിലേക്ക് വന്ന് ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. വീണ്ടും കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കാരണം നല്ല മഴയാണല്ലോ പുറത്ത്. ഈ മഴയത്ത് പൊതച്ചു മൂടി കിടന്ന ഒരു വേറൊരു ഫീലാണല്ലോ അത്. ഗായ്സ്, അപ്പൊ ഇനി നമ്മള് രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിലേക്ക് എത്തിയപ്പോത്തിന് ഉമ്മ ഇവിടെ ഫുഡൊക്കെ വിളമ്പി വെക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മയോണൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇതാക്കണ് ചിക്കൻ പൊരിച്ചതുണ്ട്, അതുപോലെ ബീഫ് ഇതാക്കണ് ഇവിടെ തൊട്ടപ്പുറത്തായിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ്, അത് ചൂടാക്കിയതാണ് കേട്ടോ. ഇത് ഇപ്പൊ ചൂടൊന്നുമില്ല, ഇപ്പൊ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. കാരണം വീട്ടുകാരൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചതാണ് കേട്ടോ. ഇപ്പൊ സമയം 9:30 മണിയായിട്ടുണ്ട്. അവര് കഴിച്ചപ്പോ എന്നെ കുറെ വിളിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ എണീറ്റില്ല.
ഞാനിപ്പോഴാണ് എണീറ്റത് കേട്ടോ. എന്നെ കുറേ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ എണീക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ അതാക്കണേ ഞാൻ ബിസ്മിയൊക്കെ ചൊല്ലിയതാ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കഴിച്ചപ്പോൾ ചൂടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാക്കണ് ഞാനിതാ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചക്കത്തെ ഫുഡാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടേസ്റ്റിൽ ഒരു മാറ്റം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കണ് ഞാനിപ്പോൾ അതങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു ഞങ്ങൾ കഴിച്ചപ്പോൾ നിന്നെ കുറേ വിളിച്ചു, പക്ഷെ നീ എണീറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാക്കണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്നിങ്ങനെ ഇതങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതാക്കണ് മയോണൈസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇതാക്കണ് തൊട്ടപ്പുറത്ത് നിന്ന് നേരെ ചിക്കൻ ഇതാക്കണ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.